എനിക്കത് കിട്ടി, ഞാൻ എത്തി, അവളത് കൊണ്ടുവന്നു, ഞാൻ വാങ്ങിച്ചു, ഇങ്ങനൊരു കാര്യം സംഭവിച്ചു, അവൾ എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടൊരു വാക്കുണ്ട്. ആ വാക്കാണ് ഗെറ്റ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് കൊണ്ടുവരിക, അങ്ങനെ പറയില്ല നമ്മൾ, എന്തെങ്കിലും സാധനം കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗെറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ചായയും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ബ്രിട്ടാനിയ ആരോറൂട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ടേബിളിൽ. അപ്പോൾ തീർന്നുപോയി. അപ്പോൾ വീടിനകത്ത് അടുക്കളയുടെ ഭാഗത്ത് കുറച്ചുകൂടെ ബിസ്ക്കറ്റ് ടിന്നിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? ഞാൻ പോയിട്ട് കുറച്ചുകൂടെ എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ പറയും, ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം മോർ ബിസ്ക്കറ്റ്സ്. കേട്ടോ, ഐ വിൽ ഗോ എന്ന് വെച്ചാൽ ഞാൻ പോവാം, എന്നിട്ട് എടുത്തിട്ട് വരാമെന്ന്. അപ്പോൾ എടുത്തിട്ട് കൊണ്ടുവരിക, അതാണ് ഗെറ്റ്. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം മോർ ബിസ്ക്കറ്റ്സ്. അപ്പോൾ ഐ വിൽ ഗെറ്റ് സം മോർ ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും കൊണ്ടുവരാം എന്ന് പറയാൻ ഗെറ്റ്. നിങ്ങൾക്ക് ഇരിക്കാൻ കസേരകൾ ആവശ്യത്തിനില്ല. അപ്പോൾ നിങ്ങൾ പറയില്ലേ, ഞാൻ കുറച്ച് കസേരകൾ കൊണ്ടുവരാം. എങ്ങനെ പറയും? ഐ വിൽ ഗെറ്റ് സം മോർ ചെയർസ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറയാൻ നിങ്ങൾക്ക് ഗെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ കൊണ്ടുവരിക മാത്രമല്ല, ഇനി വില കൊടുത്ത് കടയിൽ പോയി വാങ്ങിക്കുക, അങ്ങനെ പറയില്ലേ, ആ സംഭവം നമുക്ക് ഗെറ്റ് വെച്ച് പറയാം. ഇപ്പോൾ പാല് തീരാറായിട്ടോ, അങ്ങനെ പറയാം. തീരാറായി എന്ന് പറയാൻ ഗെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പറയാം, വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക്. അപ്പോൾ എന്തെങ്കിലും തീരാറായി എന്ന് പറയാൻ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ടു റൺ ഔട്ട് ഓഫ് സംതിങ്. അപ്പോൾ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പാലുണ്ടല്ലോ ഇപ്പോൾ തീരും, ഇന്നൊരു ചായ കൂടെ വെക്കാനേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക്. ഇനി കുറച്ച് പാല് നീ പോകുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് വരുമോ? എങ്ങനെ പറയും? ക്യാൻ യു പ്ലീസ് ബൈ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. ക്യാൻ യു പ്ലീസ് ഗെറ്റ് സം മിൽക്ക്? കുറച്ച് പാല് വാങ്ങിച്ചുകൊണ്ട് വരുമോ? ക്യാൻ യു പ്ലീസ് ഗെറ്റ് സം മിൽക്ക്? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൻറ്റൻസ് തരാം. പുറത്ത് പോകുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ട് വരുമോ? വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ പച്ചക്കറികൾ. എങ്ങനെ പറയാം? ക്യാൻ യു പ്ലീസ് ഗെറ്റ് സം വെജിറ്റബിൾസ് വെൻ യു ഗോ ഔട്ട്? പുറത്ത് പോകുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് ഗെറ്റ് സം ആ സാധനം, അത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ സാധനം വാങ്ങിച്ചിട്ട് വരുമോ എന്നാണ്. അപ്പോൾ ആ രണ്ട് യൂസേജ് പിടിയിട്ടില്ലോ, കൊണ്ടുവരിക, വാങ്ങിച്ചുകൊണ്ട് വരിക. ഇനി കിട്ടുക, എന്തെങ്കിലും നമുക്ക് കിട്ടില്ലേ? ഇപ്പോൾ എന്താ നമുക്ക് കിട്ടുക? ചില സമയത്ത് അപരിചിതരായ ആൾക്കാരിൽ നിന്ന് നമുക്ക് മെസ്സേജ് കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെ അറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് കിട്ടുന്നത് അതിനെങ്ങനെ പറയാം? ഐ ഡാഷ് എ മെസ്സേജ് ഫ്രം എൻ അൺനോൺ നമ്പർ. അൺനോൺ നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്തൊരു നമ്പർ. അവിടെ നിന്ന് എന്താ കിട്ടിയത്? ഐ ഡാഷ് എ മെസ്സേജ്, ഐ ഗോട്ട് എ മെസ്സേജ്. കിട്ടി, അതാണ് ഗോട്ട്. ഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ഗോട്ട്. V3 ഫോമും ഗോട്ട് തന്നെയാണ്. ചില അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഡിഫറൻസ് ആയിട്ട് ഗോട്ടും ഗോട്ടനൊക്കെ ഉപയോഗിക്കാറുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ഗോട്ട് തന്നെ ഉപയോഗിച്ചോളൂ. ഇനിയിപ്പോൾ ഗോട്ടൻ എന്ന് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അങ്ങനെയാണ് അറിയുന്നതെങ്കിൽ ഈറ്റൻ പോലെ ഗോട്ടൻ ഉണ്ട്, അതും തെറ്റല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഐ ഗോട്ട് എ മെസ്സേജ് ഫ്രം എൻ അൺനോൺ നമ്പർ. അറിയാത്തൊരു നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടി. ആരാണാവോ അത്? ഇനി വേറെ എന്താ നമുക്ക് കിട്ടുക? പിന്നെ കിട്ടാൻ ചാൻസ് ഉള്ള സംഭവമാണ് ഫൈൻ അല്ലേ? എന്തിനാണ് ഫൈൻ കിട്ടുന്നത് നമുക്ക്? നമ്മൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് വെച്ചേക്കാണ് കാറ്. അപ്പോൾ നമുക്കൊരു ഫൈൻ കിട്ടി. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, വണ്ടിയിൽ വന്ന ആൾക്കാർ പോയി തിരിച്ചു വന്നപ്പോൾ നമ്മൾ പറയാം, ഐ ഗോട്ട് എ ഫൈൻ ഫോർ പാർക്കിംഗ് ഹിയർ. ഇവിടെ പാർക്ക് ചെയ്തതിന് ഒരു ഫൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സന്തോഷ വാർത്ത അറിയിച്ചു അല്ലേ? ഐ ഗോട്ട് എ ഫൈൻ. കണ്ടോ, എന്ത് കിട്ടിയാലും അത് കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ഗെറ്റ്. അപ്പോൾ അതിൻ്റെ ടെൻസ് അനുസരിച്ച് ഗെറ്റ് ഗോട്ടൊക്കെ ആവും. അത് മാറ്റാൻ മറക്കരുത് കേട്ടോ. എന്ത് വന്നാലും ഗെറ്റേ ഉപയോഗിക്കുള്ളൂ എന്നല്ല കേട്ടോ, ഗെറ്റിൻ്റെ ഫോംസ് കേട്ടോ. ഒരു സെൻറ്റൻസ് നിങ്ങൾ ഉണ്ടാക്കണേ. ഒരു ബാഗ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ നല്ല ഭംഗിയുള്ള ബാഗ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെവിടുന്നാണ് വാങ്ങിച്ചേ? അപ്പോൾ നിങ്ങൾ പറയാം, അതെൻ്റെ ബർത്ത്ഡേ ഉണ്ട്, പിറന്നാളുണ്ടായിരുന്നു, അപ്പോൾ അതിന് സമ്മാനമായിട്ട് കിട്ടിയതാണ്. എങ്ങനെ പറയും? ഇപ്പോൾ കിട്ടി, അവിടെയും കിട്ടിയതാണ്. എങ്ങനെ പറയും? ഐ ഗോട്ട് ദിസ് ബാഗ്. എങ്ങനെയായിട്ട്? ഒരു ഗിഫ്റ്റായിട്ട്, അങ്ങനെ പറയില്ലേ? അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട്, ഗിഫ്റ്റായിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആസ് എ ഗിഫ്റ്റ്. ഐ ഗോട്ട് ദിസ് ബാഗ് ആസ് എ ഗിഫ്റ്റ്. എന്തിന്? ഫോർ മൈ ബർത്ത്ഡേ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. ഒരു സമ്മാനമായിട്ട്, ആസ് എ ഗിഫ്റ്റ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. കിട്ടുക, പിന്നെ നമ്മൾ ആദ്യം പഠിച്ചത് കൊണ്ടുവരിക, എടുത്തുകൊണ്ട് വരിക, പിന്നെ വാങ്ങിക്കുക. ഇനി എത്തിച്ചേരുക. എവിടെയെങ്കിലും നമ്മൾ എത്തിച്ചേരുക, അതിനെന്താ പറയുക? റീച്ച് അല്ലെങ്കിൽ അറൈവ് അല്ലേ? നീ എത്ര മണിക്കാണ് ഇവിടെ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ എത്ര മണിക്കാണ് നീ ഇവിടെ എത്തിയത്, അങ്ങനെ പറയുള്ളൂ അല്ലേ? എത്ര മണിക്കാണ് നീ ഇവിടെ എത്തിയത് എങ്ങനെ പറയാം? എത്ര മണിക്കാന്ന് പറയണമെങ്കിൽ വാട്ട് ടൈം. അപ്പോൾ എപ്പോഴാന്ന് ചോദിക്കണമെങ്കിൽ വെൻ. എന്താ വ്യത്യാസം വാട്ട് ടൈമും വെന്നും തമ്മിൽ? വാട്ട് ടൈം എന്ന് വെച്ചാൽ നമ്മൾ കൃത്യസമയം പറയണം. വെൻ എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം എത്തി, ഉച്ചയ്ക്ക് എത്തി, അങ്ങനെയൊക്കെ പറയില്ലേ? വാട്ട് ടൈം ചോദിച്ചാൽ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ 2 മണിക്ക് 2:30 അങ്ങനെ പറയണം. സമയം, കൃത്യസമയം വേണം.
അപ്പോൾ എത്ര മണിക്കാണ് ഇവിടെ എത്തിയത് എങ്ങനെ പറയാം? വാട്ട് ടൈം എത്തിയത്, കഴിഞ്ഞില്ലേ, എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതാ വേണ്ടേ ഡിഡ്. വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ദെയർ, അവിടെ. വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ദെയർ, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഹിയർ. വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ഹിയർ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ട്രെയിനിൻ്റെ കാര്യം പറയാം. 6:40 ട്രെയിൻ ഇവിടെ എത്തിച്ചേരുക എന്ന് പറയില്ലേ? അപ്പോൾ അതിന് നമുക്ക് ഗെറ്റ് ഇൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഗെറ്റ് ഇൻ 2 വാക്കുകളാണ്. ദ ട്രെയിൻ ഗെറ്റ്സ് ഇൻ അറ്റ് 6:40 PM അങ്ങനെ കേൾക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം 6:40 ട്രെയിൻ ഇവിടെ എത്തിച്ചേരാറുണ്ട്, അതാണ് ആ സമയം ട്രെയിനിൻ്റെ. ദ ട്രെയിൻ ഗെറ്റ്സ് ഇൻ അറ്റ് 6:40 PM. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ 2 കള്ളന്മാരകത്തേക്ക് കയറി എന്തൊക്കെയോ സാധനം കട്ടുകൊണ്ട് പോയി. അപ്പോൾ അത് കണ്ടു നിന്ന് നിങ്ങളുടെ വീട്ടിലെ ഒരു പ്രായമായ സ്ത്രീ, മുത്തശ്ശി പറയാണ്, അവർ ആ ജനാലയുടെ ഉള്ളിൽ കൂടി ആയിരിക്കണം അകത്ത് കയറിയത്, അങ്ങനെ പറയില്ലേ? അങ്ങനെ ആയിരിക്കണം, അതെങ്ങനെ പറയാം? ഇറ്റ് മസ്റ്റ് ഹാവ്, ഇവിടെ ഈ മസ്റ്റ് ഹാവ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ അവർ അതിൽ കൂടി ആയിരിക്കണം എന്ന് പറയുമ്പോൾ ദേ മസ്റ്റ് ഹാവ് അകത്ത് കയറിയത്, ഗോട്ട് ഇൻ ഇത് കൂടെ ത്രൂ ദ വിൻഡോ, വിൻഡോയുടെ ഉള്ളിൽ കൂടെ. ഇങ്ങനെ ആയിരിക്കണം സംഭവിച്ചത് എന്ന് പറയുന്ന സെൻറ്റൻസുകളാണ് ദേ മസ്റ്റ് ഹാവ്. അല്ലെങ്കിൽ അത് ചൂടായിരുന്നിരിക്കണം, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഹോട്ട്. അവളുടെ കൈ പൊള്ളി, എന്താ അത് ചൂടായിട്ടിരിക്കണത്, അതുകൊണ്ടായിരിക്കും പൊള്ളിയത്. അല്ലെങ്കിൽ അത് തൊട്ടാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ആയിരിക്കണം. അറിയാത്തവരൊന്ന് പഠിച്ചു വയ്ക്കുക. ദേ മസ്റ്റ് ഹാവ് ഗോട്ട് ഇൻ ത്രൂ ദ വിൻഡോ. ഇനി ഇപ്പോൾ നമ്മൾ കുറേ വേർബ്സ് പഠിച്ചു അല്ലേ? ബൈ, വാങ്ങുക, അതിന് പകരം നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. എത്തിച്ചേരുക, അകത്ത് കയറുക, ഗെറ്റ് ഇൻ. പിന്നെന്താ പഠിച്ചേ? വാങ്ങിക്കൊണ്ടുവരിക, എടുത്തുകൊണ്ട് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗെറ്റ് വെച്ച് പഠിക്കാം. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം നമുക്ക് ഈ ഗെറ്റ് ഉപയോഗിക്കാം. നിങ്ങൾക്കറിയോ ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളൊരു വേർബ് ടു ബി, ആവുക. ഇസ്, ആർ, ആം, അതൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? അതാണ് ബി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അത്രയ്ക്ക് കാര്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ എൻ്റെ കോഴ്സ് ഉണ്ട്. അത് ചേർന്ന സ്റ്റാർട്ടിങ് മുതൽ എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് കോഴ്സിന് ചേരാൻ പറ്റുമെന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. ഒട്ടും അറിയണ്ട. എഴുതാൻ ABCD എഴുതാൻ വായിക്കാൻ അറിയണം. അത്യാവശ്യം കുറച്ച് വേർഡ്സ്, ഇപ്പോൾ ബുക്ക്, ബാഗ് എന്നൊക്കെ കുറച്ച് വായിക്കാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. 3 മാസമാണ് ഫുൾ കോഴ്സ്. നിങ്ങൾക്ക് കുറച്ച് പഠിച്ചാൽ മതിയെങ്കിൽ ലെവൽ 1 1 മാസത്തെ മാത്രം എടുക്കാം. അതിൻ്റെ ഓൺലൈൻ കോഴ്സാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സമയത്തിന് ഇരുന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം. പിന്നെ ക്വിസ് ഉണ്ട്. പിന്നെ സംശയം ഉണ്ടെങ്കിലൊക്കെ എന്നോട് ചോദിക്കാം. ചില ആൾക്കാർ ടീം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. ടീമൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമാണ് പഠിപ്പിക്കണേ. ഞാൻ മാത്രമാണ് എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ക്വിസ്, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം എല്ലാം സെറ്റ് ചെയ്തേക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ഞാനാണ്. നിങ്ങളെന്തെങ്കിലും ഡൗട്ട്സൊക്കെ ചോദിച്ചാൽ ഞാൻ തന്നെയാണ് പറഞ്ഞിരുന്നത്, വേറെ ആരുമില്ല കേട്ടോ. അപ്പോൾ ചിലവരിങ്ങനെ ഹായ് ടീം, ഐ വോണ്ട് ടു ജോയിൻ എന്നൊക്കെ പറയും. ടീം എന്നൊക്കെ പറയുമ്പോൾ ചിരി വരും. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോട്ടെ, നമ്മൾ പറഞ്ഞത് അപ്പോൾ ടു ബി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർബാണ്. അപ്പോൾ ഈ ബിക്ക് പകരം നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിലെ കുട്ടികളാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ബാല്യകാലത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകണേ. സ്കൂളിൽ പോകുമ്പോൾ എന്ത് പറ്റി? സ്ഥിരം ലേറ്റ് ആവും അല്ലേ? ഞാൻ ലേറ്റ് ആയി, അങ്ങനെ പറയാം. അപ്പോൾ ഇപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ ഐ ആം ലേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ലേറ്റ് ആയതുകൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് വെച്ചാൽ ലേറ്റ് ആയി കഴിഞ്ഞു. നമ്മൾ ക്ലാസ്സിലെത്തുമ്പോൾ ലേറ്റ് ആയി, അത് നമ്മൾ പിന്നീട് പറയുകയാണ് നേരത്തെ ലേറ്റ് ആയ കാര്യം. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ഐ വാസ് ലേറ്റ്. എന്താ സംഭവിച്ചത്? ടീച്ചർക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു. നമ്മൾ ദേഷ്യം പിടിച്ചു എന്ന് പറയില്ലേ? ദ ടീച്ചർ വാസ് ആംഗ്രി. അപ്പോൾ വാസ് അത് ബിയുടെ ഒരു ഫോമാണ്, അത് ഉപയോഗിക്കാം. പക്ഷെ അതിന് പകരം നമുക്ക് ഗോട്ട് ഉപയോഗിക്കാം. ടീച്ചർ ഗോട്ട് ആംഗ്രി. ഗോട്ട് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു എന്നുള്ള അർത്ഥമാണ് അവിടെ. അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മൾ ലേറ്റായി, ടീച്ചർക്ക് ദേഷ്യം പിടിച്ചു, സംഭവിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം കളിക്കാനിരിക്കുമ്പോൾ കുട്ടികളോട് പറയാം, ഓ ഇന്നൊരു പൊട്ട ദിവസമായിരുന്നു, ക്ലാസ്സിൽ കയറുമ്പോൾ ലേറ്റായി, ടീച്ചർക്ക് ദേഷ്യം പിടിച്ചു. ഐ വാസ് ലേറ്റ് ആൻഡ് ദ ടീച്ചർ ഗോട്ട് ആംഗ്രി. ഒന്നുകൂടെ, ഐ വാസ് ലേറ്റ് അതുകൊണ്ട്, ആൻഡ് ദ ടീച്ചർ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ സോ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മളങ്ങനെ ആൻഡ് വെച്ച് പറയാം. ലേറ്റായി എന്നിട്ട് ആ ടീച്ചർക്ക് ദേഷ്യം പിടിച്ചു അങ്ങനെ പറയാം. ഐ വാസ് ലേറ്റ് ആൻഡ് ദ ടീച്ചർ ഗോട്ട് ആംഗ്രി. അപ്പോൾ ടു ഗെറ്റ് ആംഗ്രി, ദേഷ്യം പിടിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ബോർഡ്, അതും ഗോട്ട് ബോർഡ് അങ്ങനെ ഉപയോഗിക്കാം. ഗോട്ട് ടയേർഡ്. നമ്മൾ ഹാപ്പിക്ക് ഒന്നും അങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ. ഷീ ഗോട്ട് ഹാപ്പി എന്നൊന്നും പറയില്ല. ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒരു സംഭവിച്ചു, ദേഷ്യം പിടിച്ചു അങ്ങനെയൊക്കെ പറയില്ലേ, ബോറടിച്ചു, ഇതിനൊക്കെ നമുക്ക് ഗെറ്റ് വെച്ച് പറയാം. ഇപ്പോൾ നിങ്ങളൊരു സിനിമയ്ക്ക് പോയി, അത്ര നല്ല പടമൊന്നും ആയിരുന്നില്ല, അങ്ങനെ പറയും ദ മൂവി വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. നമ്മൾ സാധാരണ അത്ര നല്ല പടം ആയിരുന്നില്ല എന്ന് പറയാം. ദ മൂവി വാസ് ബാഡ് എന്നൊന്നും പറയരുത്. ഗുഡ് ബാഡിൻ്റെ ഇടയ്ക്ക് ഒരു അത്ര സംഭവമല്ല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ അല്ലേ? കുറച്ചൊക്കെ കണ്ടിരിക്കാം, എന്നാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അതാണ് ദ മൂവി വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്,
അത്രയ്ക്കും നല്ലതല്ല, ദാറ്റ് ഗ്രേറ്റ്. എന്താ പറ്റിയതുകൊണ്ട് പകുതി ആവുന്നതിന് മുമ്പ് എനിക്ക് ബോറടിച്ചു. അങ്ങനെ അറിയില്ലേ, ഐ ഗോട്ട് ബോർഡ് ബിഫോർ ഹാഫ് വേ. പകുതി എത്തുന്നതിന് മുമ്പ് ബോറടിച്ചു. ഐ ഗോട്ട് ബോർഡ് ബിഫോർ ഹാഫ് വേ. അല്ലെങ്കിൽ ചില ആൾക്കാരോട് സംസാരിച്ചാൽ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഏതൊക്കെയോ ലോകത്തേക്ക് ഇങ്ങോട്ട് പോകും. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കണേ, വി ഗെറ്റ് ലോസ്റ്റ്. അപ്പോൾ ഗെറ്റ് ലോസ്റ്റ് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോ, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നമ്മൾ ഒരാളോട് പറയാം ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യും, അങ്ങനെ പറയില്ല. അതാണ് ഗെറ്റ് ലോസ്റ്റ്. ആരോടും പറയണ്ട, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. വേറെ ആരോടെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ ഇതെന്താ ഈ പറയണമെന്ന്. പക്ഷേ ഐ ഗോട്ട് ലോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എവിടെയോ വഴുതെറ്റി പോയി എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹൈദരാബാദ് പോയി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല, ഐ ഗോട്ട് ലോസ്റ്റ് അങ്ങനെ പറയാം. പക്ഷേ വേറൊരർത്ഥം കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, ആ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം. ഹി ഗോട്ട് ലോസ്റ്റ് വെൻ ഹി സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ AI മെഷീൻ ലേണിംഗ് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ല, ഐ ഗോട്ട് ലോസ്റ്റ്, ഒന്നും മനസ്സിലായില്ല, ആകെ പിടിവിട്ടു എന്ന് പറയില്ലേ, അതാണ് സംഭവം. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഗെറ്റ് ലോസ്റ്റ്, ഗെറ്റ് ടയേർഡ്, അല്ലെങ്കിൽ ഗെറ്റ് വെറ്റ്. നമ്മൾ നനഞ്ഞു എന്ന് പറയില്ലേ, അതിന് ഗെറ്റ് വെറ്റ് ഉപയോഗിക്കാം. നനയല്ലേ ജലദോഷം പിടിക്കട്ടോ അങ്ങനെ പറയില്ലേ. ഡോണ്ട് ഗെറ്റ് വെറ്റ് ഓർ യു വിൽ ക്യാച്ച് എ കോൾഡ്. ക്യാച്ച് എ കോൾഡ് ആണ് ജലദോഷം പിടിക്കുക എന്ന് പറയാൻ. നനയല്ലേ, ഡോണ്ട് ഗെറ്റ് വെറ്റ് ഓർ യു വിൽ ക്യാച്ച് എ കോൾഡ്. നനഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, യു വിൽ ക്യാച്ച് എ കോൾഡ്. ഇനി എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു നേഴ്സാണ്, അവൾക്ക് ഡബിൾ ഷിഫ്റ്റാണ് ഹോസ്പിറ്റലിൽ. അത് കഴിയുമ്പോഴേക്കും ആൾ ഭയങ്കര ടയേർഡാവും. എങ്ങനെ പറയും, ഷി ഗെറ്റ്സ് ടയേർഡ് അല്ലേ, അവൾക്ക് ടയേർഡ് ആവും. അല്ലെങ്കിൽ ആയി എന്ന് പറയാൻ ഷി ഗോട്ട് ടയേർഡ്. അപ്പോൾ അത് മനസ്സിലായോ. ഷി ഗോട്ട് ടയേർഡ് ആഫ്റ്റർ വർക്കിംഗ് എ ഡബിൾ ഷിഫ്റ്റ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ 2 ഷിഫ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവൾ ടയേർഡായി, ഷി ഗോട്ട് ടയേർഡ്. അല്ലെങ്കിൽ ഷി ഗോട്ട് സ്കേർഡ്, എന്തെങ്കിലും പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ അയ്യോ പാവം, ഷി ഗോട്ട് സ്കേർഡ്, കുട്ടി പേടിച്ചു പോയി. നീ ഇത്രയും ശബ്ദം ഉണ്ടാക്കല്ലേ, പുറത്ത് എന്താ അത് ബഹളം, കുഞ്ഞു കുട്ടിയല്ലേ, അത് പേടിച്ചു പോയി, ഷി ഗോട്ട് സ്കേർഡ്. ഓക്കെ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഈ ഡിസംബറൊക്കെ ആവാറാകുമ്പോഴേക്കൊക്കെ പെട്ടെന്ന് ഇരുട്ടാവില്ലേ, ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക് ക്വിക്ക്ലി, പെട്ടെന്ന് ഡാർക്ക് ആവും. അല്ലെങ്കിൽ ഇറ്റ് ഗോട്ട് ഡാർക്ക് ക്വിക്ക്ലി, പെട്ടെന്ന് ഡാർക്ക് ആയി. കേട്ടോ, ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക് അല്ലെങ്കിൽ ഇറ്റ് ഗോട്ട് ഡാർക്ക്, അവിടെയൊക്കെ ഡാർക്ക് ആവുക, പിന്നെ ടയേർഡ് ആവുക, ദേഷ്യം പിടിക്കുക, പിന്നെന്താ പറയുക, നനയുക, അതിനൊക്കെ നമ്മൾ ഗെറ്റ് വെച്ച് പറഞ്ഞു കണ്ടോ. എത്ര യൂസ്ഫുൾ ആണല്ലേ, ഒരൊറ്റ വേർഡാണ് പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞേ, എന്തിപ്പോൾ സംഭവിക്കാം, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ പിരിച്ചു വിട്ടു അല്ലേ, തമാശയുള്ള കാര്യമല്ല, എന്നാലും ഞാൻ പറയുന്നത് ഗെറ്റ് വെച്ച് പറയാൻ പറ്റും. അതും ഷീ ഗോട്ട് ഫയേർഡ്. ഇപ്പോൾ ആരെങ്കിലും ഹയർ ചെയ്യാന്ന് വെച്ചാൽ അയാളെ ജോലിക്ക് എടുക്കുക, ഫയർ ചെയ്യാന്ന് വെച്ചാൽ പിരിച്ചുവിടുക. അപ്പോൾ അവളെ പിരിച്ചു വിട്ടു എന്ന് പറയാൻ ഷീ ഗോട്ട് ഫയേർഡ്. പക്ഷേ അവൾക്ക് നല്ല വേറൊരു ജോലി കിട്ടിയിട്ടോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇനി എന്താ സംഭവിക്കുക, ഒരാളെ ഒരു കാർ ഇടിച്ചു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, പക്ഷെ എന്നാലും ഇടിച്ചു. എങ്ങനെ പറയാം, ഹി ഗോട്ട് ഹിറ്റ് ബൈ എ കാർ. ഹി ഗോട്ട് ഹിറ്റ് ബൈ എ കാർ. ഇത്രയും മനസ്സിലായോ. ഇതാണ് കുറേ ഇങ്ങനെ ഗെറ്റ് വെച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാകാം കുറേ കാര്യങ്ങൾ. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഏതെങ്കിലും വേർബ് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ഗെറ്റ് പറ്റുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. സിമ്പിളായിട്ട് ഗെറ്റ് ഉപയോഗിക്കാം. മാത്രമല്ല ഗെറ്റാണ് കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുക. നിങ്ങൾ ഈ സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സൊക്കെ പറയണത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗെറ്റ് അത്രയും അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗെറ്റിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് യൂസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരാളെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാം, മര്യാദയ്ക്ക് നീ ചെയ്യണം, അല്ലെങ്കിൽ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല കേട്ടോ നമ്മൾ പറയണേ. നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, പ്ലീസ് ചക്കര കുട്ടിയല്ല ഒന്ന് ചെയ്തു തരുമോ, അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കില്ലേ, അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തേനേ പാലേന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ പറയും, നിനക്ക് ഞാൻ എന്താ പറയുക വൈകുന്നേരം സിനിമയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടൊരു പരിപാടി ചെയ്യിപ്പിക്കും. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലും ടിക്കറ്റൊന്നും എടുത്തു തരില്ല, നമ്മളെ പറ്റിക്കും. അങ്ങനെ പറ്റിച്ചാൽ കൂടെ നമ്മളെ സൂചിപ്പിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനെ ഗെറ്റ് ഉപയോഗിച്ച് പറയും. അതെങ്ങനെയാണ് പറയാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ വീട്ടിൽ നമ്മുടെ ചേച്ചിയുണ്ട്, നന്നായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും. ഭയങ്കര ഇഷ്ടം അങ്ങനെ ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ട് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്, ചേച്ചി ഒരു കേക്ക് ഉണ്ടാക്കി തരുമോ, നല്ല കേക്കല്ല, സ്ട്രോബെറിയൊക്കെ വെച്ചിട്ട് ചേച്ചി ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെയുള്ള ഡിസൈൻ ഉണ്ടാക്കുന്നത് എന്ത് രസമാണ്, ഒന്ന് ഉണ്ടാക്കി തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് പറയുക, ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഞാൻ പറയാം, ചേച്ചീനെ ഞാൻ സോപ്പിട്ടിട്ട് കേക്ക് ഉണ്ടാക്കിപ്പിച്ചു. ഐ ഗോട്ട് മൈ സിസ്റ്റർ ടു ബേക്ക് എ കേക്ക് ഫോർ മീ. എൻ്റെ ചേച്ചീനെ കൊണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കിപ്പിച്ചു മോനെ. ഐ ഗോട്ട് മൈ സിസ്റ്റർ ടു, അവിടെ ടു ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടു അവിടെ ഇട്ടില്ലെങ്കിൽ ആ സെൻറ്റൻസ് തെറ്റും. ഐ ഗോട്ട് സമ്മൺ ടു ഡു സംതിങ് ഫോർ മീ, ആ രീതിയിൽ വേണം പറയണത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റൊക്കെ മാറുമ്പോൾ അല്ലേ, വാടകയ്ക്ക് വീടൊക്കെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ, ഒരു വീട്ടിൽ നിന്ന് നമ്മൾ വേറൊരു നല്ല വീട് കിട്ടിയപ്പോൾ അങ്ങോട്ടേക്ക് മാറുക.
അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ഫ്രണ്ട്സിനോട് പറയും, മക്കളെ എല്ലാവരും വായോ, അല്ലേ, അമ്മാവൻ്റെ പെട്ടികളൊക്കെ എടുത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചു തരില്ലേ മക്കൾ എന്ന് പറഞ്ഞ് അവരെ സൂചിപ്പിക്കും അല്ലേ. അപ്പോൾ ഐ ഗോട്ട് മൈ ഫ്രണ്ട്സ് ടു ഹെൽപ്പ് മീ മൂവ് ടു മൈ ന്യൂ അപ്പാർട്ട്മെൻറ്റ്, അല്ലേ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എടാ ഒന്ന് വാടാ ഒന്ന് ചെയ്തതാന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഐ ഗോട്ട് മൈ ഫ്രണ്ട്സ് ടു ഹെൽപ്പ് മീ മൂവ് ടു മൈ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഐ ഗോട്ട് സമ്മൺ ടു ഡു സംതിങ് എന്ന് വെച്ചാൽ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ കേട്ടോ, അല്ലാതെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങളിങ്ങനെ ഇരിക്കുമ്പം അവളവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങൾ വന്നിട്ട് എൻ്റെ മുതുകൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തന്നെ, നല്ല വേദന പ്ലീസ് എന്ന് പറഞ്ഞ് നമ്മൾ അവളെ കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ചു. എങ്ങനെ ഉണ്ടാക്കും? ആ സെൻറ്റൻസ് ഒന്ന് ഉണ്ടാക്കുമോ? ഐ ഡാഷ് മൈ വൈഫ്, ഐ ഗോട്ട് മൈ വൈഫ് ടു ഗിവ് മീ എ മസാജ്. എൻ്റെ ഭാര്യയെ കൊണ്ട് ഞാൻ എന്നെ മസാജ് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ടാണെങ്കിൽ ഐ ഗോട്ട് മൈ ഹസ്ബൻഡ് ടു ഗിവ് മീ എ മസാജ്. മനസ്സിലായോ? ഇതൊക്കെയാണ് നിങ്ങൾ പൊതുവെ ഗെറ്റ് വെച്ച് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ. പിന്നെ നിങ്ങൾ സാധാരണ കേൾക്കാറില്ല ഗെറ്റ് ഔട്ട്, അല്ലേ, ഗെറ്റ് ഔട്ട് ഹൗസ്. ഔട്ട് ഹൗസ് എന്ന് പറയില്ല കേട്ടോ. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ മുറിന്ന് പുറത്തേക്ക് പോകും എന്നാണ് അർത്ഥം. ഗെറ്റ് ലോസ്റ്റ് നേരത്തെ പറഞ്ഞു, പോയി എന്തെങ്കിലും ചെയ്യും എന്ന് പറയില്ലേ, അതാണ് ഗെറ്റ് ലോസ്റ്റ്. ഗെറ്റ് ഓവർ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വായോ എന്നാണ് അർത്ഥം. ഒരു പേൻ എടുത്ത് തരുമോ എന്ന് പറയാൻ ഗെറ്റ് മീ എ പെൻ. ഒന്ന് റെഡി ആവ്, ഗെറ്റ് റെഡി. ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് ഗെറ്റ് അപ്പ് എന്ന് പറയും. ഒരു പ്ലെയിനിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങണതിന് ഗെറ്റ് ഓഫ് ദ ബസ്, ഗെറ്റ് ഓഫ് ദ പ്ലെയിൻ എന്നൊക്കെ പറയാം. ട്രെയിനൊക്കെ ഗെറ്റ് ഓഫ് ദ ട്രെയിൻ. എനിക്കിവിടെ ഇറങ്ങണം, ഐ വോണ്ട് ടു ഗെറ്റ് ഓഫ് ഹിയർ, അങ്ങനെ പറയാം. ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങണമെങ്കിലേ. പിന്നെ കയറണമെങ്കിൽ ഗെറ്റ് ഓൺ. പിന്നെ കാറിലൊക്കെ കയറുന്നതിന് ഗെറ്റ് ഇൻ. അങ്ങനെ ഗെറ്റ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. വേറൊരു കാര്യമുള്ളത് ഗെറ്റ് അവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ലേ. എങ്ങനെ രക്ഷപ്പെടാം? ഈ പോലീസൊക്കെ നമ്മളെ പിടിച്ചാൽ, സാറേ ഞാൻ അറിയാണ്ട് ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയതാ, ഞാൻ സാധാരണ വെക്കാറില്ല സാർ പ്ലീസ് ഇത്തവണ അങ്ങനെ പറയില്ലേ. അപ്പോൾ പോലീസ് പറയും പോട്ടെ പയ്യൻ ഒരബദ്ധം പറ്റിയതാന്ന് തോന്നുന്നു. ആ പോലീസിനെങ്ങാനും ഭയങ്കര നല്ല മൂഡിലാണെങ്കിൽ അവർ നമ്മളെ ഒരു വാണിംഗ് ഒക്കെ തന്നിട്ട് അങ്ങോട്ട് വിടില്ലേ. അപ്പോൾ നമ്മൾ പോലീസിൻ്റെ അടുത്ത് നിന്ന് എന്താ പറയുക, രക്ഷപ്പെടുക എന്ന് വെച്ചാൽ അങ്ങനെ ഓടിപ്പോവല്ല ഞാൻ പറഞ്ഞത്. എന്താ പറയുക, വലിയ എന്താ പറയുക ഫൈനോ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലേ, അതിന് നമ്മൾ ഗെറ്റ് അവേ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞുതരാം. ഹി ഗോട്ട് അവേ വിത്ത് ജസ്റ്റ് എ വാർണിംഗ് ഫ്രം ദ പോലീസ്. പോലീസിൽ നിന്ന് ജസ്റ്റ് ഒരു വാർണിംഗ് മാത്രമേ കിട്ടിയുള്ളൂ, അങ്ങനെ അവർ രക്ഷപ്പെട്ടു. മനസ്സിലായോ? ഹി ഗോട്ട് അവേ വിത്ത് ജസ്റ്റ് എ വാർണിംഗ്. അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്ത് നിന്ന് ആവണം നിർബന്ധമില്ല. ഇപ്പോൾ ടീച്ചറുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കുസൃതി ഒപ്പിച്ചു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ പാവ അമ്മ ബിസി അല്ലെന്ന് ചോദിച്ചാൽ അവൻ തന്നെ അങ്ങോട്ട് അമ്മയുടെ ഒപ്പിട്ടു. അപ്പോൾ ടീച്ചർ പിടിച്ചപ്പം ടീച്ചർ പറഞ്ഞു, എടാ എന്താ അത്, ഇങ്ങനെയൊക്കെയാണോ, നിൻ്റെ അടുത്ത് നിന്ന് കുറേയൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറൊക്കെ ഒരു ചെറിയ വാർണിംഗ് കൊടുത്തിട്ട് അങ്ങ് വിട്ടു. അപ്പോൾ ഹി ഗോട്ട് അവേ വിത്ത് ജസ്റ്റ് എ വാർണിംഗ്, അല്ലേ. ഇല്ലെങ്കിൽ വേണമെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്ത് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്തൊക്കെ ആവാം, അതൊന്നും സംഭവിക്കാണ്ട് ഹി ഗോട്ട് അവേ. അപ്പോൾ ആ വാക്ക് ഓർത്ത് വയ്ക്കുമല്ലോ, ഗോട്ട് അവേ. ഇനിയുള്ളത് കാമുകന്മാർ. അവരിങ്ങനെ കുറേ കാലം പ്രണയിച്ചൊക്കെ നടന്ന് പിന്നെ ആരെങ്കിലും തേച്ചിട്ട് പോകുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് കളഞ്ഞ് നമുക്കൊന്ന് മുന്നോട്ട് ജീവിതം പോകണ്ടേ, അതിന് ഗെറ്റ് ഓവർ സമ്മൺ എന്ന് പറയും. കുറേ കാലമായല്ലോ, ഗെറ്റ് ഓവർ ഹെർ. കുറേ കാലമായി നീ അവളുടെ പേര് പറഞ്ഞ് നടക്കണോ, ഗെറ്റ് ഓവർ ഹെർ എന്ന് പറഞ്ഞാൽ അവളെ തലേന്ന് കളഞ്ഞിട്ട് ജീവിക്കാൻ നോക്ക്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ നിരാശ നടക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെ ഗെറ്റ് ഓവർ ദം, മതി കുറേ കാലമായി, ഇനി ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് ജീവിതം സൂപ്പറാക്കും കേട്ടോ. പിന്നെയുള്ളത് ഗെറ്റ് എലോങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പുതിയ ഫ്രണ്ടോ അല്ലെങ്കിൽ പുതിയ കൊലീഗൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട്, നിങ്ങൾ ഒത്തു പോകുന്നുണ്ടോ, ചേർന്ന് പോകുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആർ യു ഗെറ്റിംഗ് എലോങ് വെൽ, ഗെറ്റ് എലോങ് വെൽ വിത്ത് സമ്മൺ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗെറ്റ് വെച്ചിട്ടുള്ള കുറേ വാക്കുകളും സെൻറ്റൻസുകളും എക്സ്പ്രഷൻസൊക്കെ. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരുന്നില്ലേ നിങ്ങൾക്ക്? എന്താ പറയുക, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്, എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എക്സാമ്പിൾസൊക്കെ വെച്ചത്. നിങ്ങൾ ഇതിലത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു പേന ഇന്ന് എടുത്തു തരാൻ പറ്റുമോ, ക്യാൻ യു ഗെറ്റ് മീ എ പെൻ പ്ലീസ്, കണ്ടോ അങ്ങനെ. അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി ക്യാൻ യു ഗെറ്റ് സം മിൽക്ക്. അങ്ങനെ ഗെറ്റ് വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ ഐ ഗോട്ട് ഹിയർ ഏർലി, ഇന്ന് നേരത്തെ എത്തി. അങ്ങനെ റീച്ചിനൊക്കെ പകരം ഗെറ്റ് ഉപയോഗിക്കാം. അങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തായാലും നിങ്ങൾ ഉപയോഗിക്കണം, എന്നാലേ നിങ്ങളിത് പഠിക്കുള്ളൂ, ഇല്ലെങ്കിൽ അപ്പം തന്നെ മറന്നു പോകും. കുറേ ഉപയോഗിക്കാൻ പറ്റിയ, നമ്മൾ സാധാരണ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഗെറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ശരി, ബൈ.